ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാ ഇന്നേ ഇപ്പം പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയതിന് ശേഷം ഞങ്ങളൊന്ന് ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് വന്നത്. നമ്മളെപ്പോഴും മിക്കവാറും അവിടെ പോവാറുള്ള സ്ഥലമാണ് ഹാവു മിങ്. ഹാവു എന്ന് തന്നെയല്ലേ സ്പെല്ലിങ്? HAO ആണ്. ഹാവു മിങ് എന്നാണ് ഞാൻ പറയാറ്. മിങ് പാലസിൻ്റെ വേറൊരു ഇത്. നല്ല ടേസ്റ്റി ഫുഡ്സാണ്. നല്ല എന്ന് വെച്ചാൽ മിക്കവാറും നമ്മൾ ഒരു വെറൈറ്റി ഫുഡ് കഴിക്കും. ചൈനീസ് ഫുഡ്സിനോട് ഒരു താല്പര്യം കൂടുതലാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളെപ്പോഴും മിക്കവാറും ഫുഡ് കഴിക്കുക. നമ്മുടെ സെൻറ്റ് തോമസ് കോളേജിൻ്റെ അടുത്താണ്. തൊട്ടടുത്ത് വൃന്ദാവൻ ഹോട്ടലും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡാണ്. ഫുഡിൻ്റെ എല്ലാം നമുക്ക് അവിടുത്തെ ആംബിയൻസ് ആയാലും ഒക്കെ എനിക്കിഷ്ടമാണ്. മിങ് പാലസും എനിക്കിഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണ് അമേരിക്കൻ ചോപ്സി. അപ്പോൾ അതൊരു വലിയ ടേസ്റ്റാണ്. ചിക്കൻ്റെയാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. അപ്പോൾ ഈ ചുക്കം ഞങ്ങൾ എവിടെ പോകണം എന്ന് നമ്മൾ എങ്ങനെയൊക്കെ തിരിഞ്ഞ് കറങ്ങി വന്നാലും മിങ് പാലസിലായാലും വേണ്ടില്ല, മിങ്ങിലായാലും വേണ്ടില്ല, നമുക്ക് ഇഷ്ടം അമേരിക്കൻ ചോപ്സി കഴിക്കാൻ തന്നെയാണ്. വെറൈറ്റി ഫുഡ്സ് കഴിക്കാൻ ഇഷ്ടം തന്നെയാണ്. നമ്മൾ കഴിക്കാത്ത സാധനങ്ങൾ ഇത് നമ്മൾ ഉണ്ടാക്കി വീട്ടിൽ കഴിക്കില്ലല്ലോ. നമ്മൾ ഏതെങ്കിലും ഫ്രൈഡ് റൈസ് ആയാലും മറ്റുള്ള എന്ത് സാധനങ്ങൾ നമുക്ക് വീട്ടിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്കൊരു ടേസ്റ്റൊക്കെ അറിയാം. ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പണി പാളിയിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് വരണത്. അപ്പം ഏറ്റവും ടേസ്റ്റ് എന്തെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റി വായിലേക്ക് വരങ്ങ് ചൈനീസാണ് എനിക്കിഷ്ടം. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് വരും. പിന്നെ തോംസൺ കാസിയിൽ പോയാലും വേറെ ടർക്കിഷ് എല്ലാം ഉണ്ട്. തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ഹിറ്റാണല്ലോ. ഹോട്ടലുകൾ അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞു. ഞങ്ങളൊരു അമേരിക്കൻ ചോപ്സി വാങ്ങിച്ചോളൂ. ഇപ്പോഴത്തെ ഞങ്ങൾക്ക് ഒരു എണ്ണം വാങ്ങിച്ചാൽ തന്നെ വയറ് ഹെവിയാണ്. നമുക്ക് അധികം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഹെവിയാണ്. പിന്നെ ബൈജിയൻ ചിക്കനോ എന്തോ വേർഡ് അങ്ങനെയാണ് ഞാൻ പറയാറ്. അപ്പോൾ അതാണ് ഞാൻ മേടിച്ചത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ സാധനത്തിൻ്റെയും വില കൂടിയതുകൊണ്ട് ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് എന്താണെന്നറിയില്ല, ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. ഒരെണ്ണം വാങ്ങിച്ചിട്ട് രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ട് നമുക്കങ്ങനെ മതിയായിട്ടില്ലാത്ത പോലെ ഉണ്ടായിരുന്നു. പണ്ട് ഫുള്ള് നമുക്ക് ഇഷ്ടം അത് മതിയാകുമായിരുന്നു. രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് ഹെവി ആയിരിക്കും. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇന്നാൾ വാങ്ങിച്ചപ്പോൾ നമുക്ക് അത്ര ഹെവി ആയിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല. രണ്ടുപേർക്കൊന്നും അരവയറോട് കൂടി നമുക്ക് ഇറങ്ങാൻ പറ്റി. പിന്നെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറ്റിയെന്ന് അറിയില്ല. ക്വാണ്ടിറ്റിയൊക്കെ കുറവായത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വിലയൊക്കെ ഉണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ നമുക്ക് നല്ല 2 മിൻ ലൈമൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വന്നതിന് ശേഷം തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഭയങ്കര തിരക്കായിട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഉള്ളതിൻ്റെ പല റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കും. ഞങ്ങൾ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇപ്പം ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ആയാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. മിക്കവാറും ഇവിടെ വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ സന്തോഷമായിട്ട് പിന്നെ ഫുഡ് കഴിക്കുന്ന നേരത്ത് വർത്തമാനം മറിച്ചിലൊന്നുമില്ല. ചേട്ടൻ ഇപ്പോഴും ഫോണിലായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റേതായ ആസ്വാദം എല്ലാവരും നോക്കി ഫുഡ് കഴിക്കുക, എല്ലാവരും നോക്കിയിരിക്കുക, ഇതൊക്കെയാണ് ഫുഡ് നോക്കിയിരിക്കുക, വേഗം ഫുഡ് കഴിച്ച് തീർക്കുക, ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്ന നേരത്തെ എന്ത് വർത്തമാനം പിന്നെ ഒരാൾ അങ്ങനെയാണെന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ ഏത് നേരം അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരിയല്ലല്ലോ. പക്ഷെ നമ്മൾ പറയും നമ്മൾ ഭാര്യയല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിക്കും ഇല്ല എന്നുള്ളത് നമുക്ക് വിഷമാണ്. പിന്നെ എനിക്ക് സംസാരിക്കുവാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. എനിക്ക് എന്തൊക്കെ പറയേണ്ടതെന്ന് അറിയണില്ല. പലപ്പോഴും നമ്മൾ എന്ത് സംസാരിക്കാനും ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സംസാരം ഇങ്ങനെ അവിടെ വെച്ച് നിർത്തുന്ന ഒരു ഇതുണ്ടല്ലോ. നമുക്കിങ്ങനെ ഒരു അയ്യോ ശല്യം എന്നുള്ള തോന്നൽ നമ്മൾ ആരും ഇല്ല സംസാരിക്കാമെന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എന്തൊക്കെയോ പറയുന്നത്. എനിക്ക് സംസാരിക്കാൻ ഈ യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ജീവിതം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം ഇങ്ങനെ ഇതേപോലെ എന്താ പറയുക, സംസാരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത്രയേ ഉള്ളൂ.
അങ്ങനെ പറയാൻ പോലും എനിക്ക് ആരുമില്ല, അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം എന്താ പറയുക, പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എന്നാളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കഥ തീരണില്ലല്ലോ എന്ന്. ഒരിക്കലും തീരില്ല, കഥ ഒരിക്കലും തീരില്ല. ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ്. ചെറുപ്പം തൊട്ട് പല ട്രോമകളും അതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്ന കഥകളായാലും എൻ്റെ കഥയൊന്നും ഒരിക്കലും തീരില്ല. ഒരുപാട് കഥകളുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏഴ് പോലും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല. കാരണം അത് പലരും പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവർക്ക് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മളതൊന്നും ചെയ്യാതിരിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് സന്തോഷവും സമാധാനവും കുറച്ചെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അതിലും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ഉണ്ടായത് കഥ ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരുപാട് കഥകളുള്ള ആളാണ് ഞാനൊരു. അത് എഴുതുന്നുണ്ട്, കഥ എഴുതുന്നും കൂടി ഉണ്ട്, എൻ്റെ അനുഭവങ്ങൾ എഴുതുന്നും കൂടിയുണ്ട്. എനിക്കത് നിങ്ങളിലേക്ക് പറയാൻ അറിയില്ല. പക്ഷെ അത് പറയുമ്പോൾ പലരും അത് വേദനിക്കും എന്നുള്ളത് കൊണ്ടാണ് പറയാത്തത്. അപ്പോൾ പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെ പറയാൻ തന്നെ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നത് യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ ഇരുന്ന് പറയും. ഇഷ്ടമുള്ളവർ കേൾക്കുക, ഇഷ്ടമുള്ളവർ എന്നെ സ്നേഹിക്കുക, എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ സ്നേഹിക്കുക. അത് തിരിച്ച് ഞാൻ സ്നേഹിച്ചിരിക്കും. എന്നെ ആരൊക്കെയാണ് എന്നെ സ്നേഹിക്കുന്നത് അവരെ തിരിച്ച് സ്നേഹിക്കാനുള്ള ബാധ്യതയും കടമയും ഒക്കെ എനിക്കുള്ളത് കൊണ്ട് ഞാൻ സ്നേഹിക്കും. ആ സ്നേഹം എനിക്കൊരു ബുദ്ധിമുട്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. പാലസ് വരുന്നതേ നമ്മളുടെ വടക്കുനാഥൻ്റെ അവിടെ തന്നെയാണ്. പത്തൻസിൻ്റെ മുകളിലായിട്ടാണ് മിൻ പാലസ് വരുന്നത്. ഇത് ഹൗമിങ് എന്ന് പറയുന്നത് സെൻറ് തോമസ് കോളേജിൻ്റെ അടുത്താണ്. നല്ല നമുക്ക് ടൗണിൽ തന്നെ നമുക്കൊന്നും ടൗണിൽ ഇഷ്ടം പോലെ ഹോട്ടലുകളാണല്ലോ. അപ്പോൾ എല്ലാം ഫേമസ് ആണ്. തൃശ്ശൂരുള്ള ഒരുവിധം എല്ലാ ഹോട്ടലുകളും നല്ല ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകളും കൂടിയാണ്. ഇവിടെ ആദ്യം ഒരു മാനേജർ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ നല്ല ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ സാധാരണ അവിടുത്തെ കുട്ടികൾ മാത്രമാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം അവിടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് ആൾ നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം കുട്ടികൾ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ വന്നു തുടങ്ങിയ അന്ന് മുതൽ കാണുന്ന ഒരു മുഖം അങ്ങോരുടെ ആയിരുന്നല്ലോ. അതുകൊണ്ട് കേട്ടോ, തൊട്ട് മുകളിലിരിക്കുന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ എൻ്റെ അമ്മാവിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നിട്ട് ഏതോ മൊണാലിസ എന്തൊക്കെ അങ്ങനത്തെ ഒരു ഫീസുള്ള, എനിക്കറിയില്ല, അങ്ങനെ ഒരു ചിത്രം കണ്ടിട്ട് എൻ്റെ മാമിൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ആ ഒരു വീടും പരിസരവും ഒക്കെ എനിക്ക് മിസ്സായിപ്പോയി. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, എനിക്ക് എൻ്റെ വീടായാലും എൻ്റെ അമ്മാവിൻ്റെ വീടായാലും ഞാൻ വളർന്നു വന്ന എൻ്റെ എല്ലാ ചുറ്റുപാടുകളും തകർന്ന് തരിപ്പണമായി പോയി എന്നുള്ളതാണ്. കാരണം എല്ലാ ചുറ്റുപാടും വെച്ചാൽ എല്ലാം വിറ്റു. എല്ലാവർക്കും പൈസയ്ക്ക് അത്യാവശ്യമായിരുന്നതുകൊണ്ട് എല്ലാവരും അതൊക്കെ വിറ്റു തുലച്ചു എന്ന് തന്നെ പറയാം. അന്ന് നമുക്ക് ശബ്ദമെടുക്കാനോ നമ്മുടെ ശബ്ദമായിട്ട് എടുത്ത് സംസാരിക്കാനോ നമുക്ക് അവിടെ ഒരു വോയിസ് ഇല്ല. ഇന്നും അവരോട് നമ്മൾ ചെറിയ കുട്ടികളാണെന്നുള്ള ഭാഗത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർ അങ്ങനെ തന്നെ പറയാം. അപ്പോൾ അജിന്തി പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.